അതേക്കുറിച്ച് ഞാൻ ബംഗളൂരു മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അന്വേഷണം ആരംഭിച്ചു. ട്രെയിനിലും പ്ലാറ്റ്ഫോമുകളിലും കുട്ടിക്കടത്ത് നിരീക്ഷിക്കുന്ന സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെ യാതൊരുവിധ മുൻധാരണകളുമില്ലാതെ. സംഘടനയുടെ പരിശ്രമങ്ങളെ അവരുടെ ജാഗ്രതയായി മാത്രം ഞാൻ കണ്ടു. സാധ്യമായ ആക്രമണങ്ങൾ തടയാൻ വിമാനത്താവളങ്ങളിലും മറ്റും താൽക്കാലിക ബങ്കർ പോലെ ചാക്കുകെട്ടുകൾ അട്ടിയിട്ട് സൈനികർ മെഷീൻ ഗണ്ണും പിടിച്ച് സുരക്ഷയൊരുക്കുന്നതുപോലുള്ള നടപടിയാണെന്ന് കരുതി. എന്നാൽ സന്നദ്ധപ്രവർത്തകർ കുട്ടികളുടെ കയ്യും പിടിച്ച് തിരിച്ചെത്തിയപ്പോൾ മുൻധാരണകൾ മാറി. എന്റെ ഹൃദയം തകർന്നു. എല്ലാവരും 12 വയസ്സിൽ താഴെയുള്ളവർ, പ്രായത്തേക്കാൾ ചെറിയവർ, എല്ലും തോലുമായവർ. പുതുവസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നതെങ്കിലും യാത്രയിൽ അവ ഉലഞ്ഞിരുന്നു. നഗ്നപാദങ്ങളിൽ അഴുക്കുപിടിച്ചിരുന്നു. അവരുടെ ക്ഷീണിച്ച മുഖഭാവം ഉള്ളിലുറഞ്ഞൊരു കിടുങ്ങനായി. കുഞ്ഞുങ്ങളിൽ സാധാരണ കാണുന്ന ജിജ്ഞാസയെവിടെ? അവരുടെ കണ്ണുകളിലെ തിളക്കമെവിടെ? സർവഭാവങ്ങളും പ്രതീക്ഷകളും അവരുടെ മുഖത്തുനിന്ന് മാഞ്ഞുപോയിരിക്കുന്നു. മുന്നിൽ എന്തെന്നറിയാത്ത പതറിയ നോട്ടം. ജയിലിന് സമാനമായ തൊഴിലിടമോ, ഭിക്ഷാടനം മാഫിയയോ, ലൈംഗിക തൊഴിലോ, ഇതൊക്കെയാകും വിധി അവർക്കായി കരുതിവെച്ചിരിക്കുന്നത്. അവരെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ കുട്ടിക്കടത്തുകാർ പറഞ്ഞു പഠിപ്പിച്ചത് തത്തമൊഴിയും പോലെ അവർ പറഞ്ഞു. അവരെക്കുറിച്ച് അവർക്ക് കൃത്യമായ ഉത്തരങ്ങളില്ല. ചില ശിശുക്ഷേമ സമിതികളും സന്നദ്ധ സംഘടനകളും അല്ലാതെ മറ്റാരും അവരുടെ ദുരവസ്ഥയിൽ ഇടപെടുന്നില്ല. നമ്മൾ ജീവിക്കുന്ന ലോകത്ത് നിസ്സംഗത കുറ്റകരമല്ല. സ്വന്തം കാര്യം നോക്കി ജീവിക്കുക, അത്രതന്നെ. അന്നുച്ചയ്ക്ക് 3 മണിയോടെ സംഘടന രക്ഷിച്ച കുട്ടികളുടെ എണ്ണം 6 ചില ദിവസങ്ങളിൽ അവ 2 അക്കം കടക്കാറുണ്ടെന്ന് അവർ പറഞ്ഞു. കൊടിയ ദാരിദ്ര്യത്തിൽ നിന്നാണ് ഇവരുടെ കഥകൾ ആരംഭിക്കുന്നത്. ഒന്നുകിൽ കുട്ടിക്കടത്തുകാർ ചെറിയ സമ്മാനങ്ങളും മധുരവും നൽകി അവരെ ആകർഷിക്കും, അല്ലെങ്കിൽ രക്ഷിതാക്കൾ അവരെ വിൽക്കും. വലിയ ലാഭം കൊയ്യാൻ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ഉൽപ്പന്നം കുട്ടികളായതിനാൽ അത്തരം കടത്തിന്റെ വ്യാപ്തി സങ്കല്പങ്ങൾക്കെല്ലാം അപ്പുറമാണ്. അസ്വസ്ഥയും ക്ഷീണിതയുമായി ഞാൻ വീട്ടിലേക്ക് മടങ്ങി. പ്രക്ഷുബ്ധമായ മനസ്സിനെ നിയന്ത്രിക്കാൻ ഇരുട്ടിലൊറ്റയ്ക്കിരുന്നു. അവരിലേക്കൊരു സഹായഹസ്തം നീട്ടുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. സർക്കാരുകളിലേക്കും ഉന്നത തലങ്ങളിലേക്കും പടർന്നുകിടക്കുന്ന അവിശുദ്ധ ബന്ധങ്ങൾ ഇത്തരം കുട്ടിക്കടത്തു മാഫിയകളെ സംരക്ഷിക്കാൻ പോന്നതാണ്. ഞാൻ സംസാരിച്ച എല്ലാ സന്നദ്ധ സംഘടനകളും അതു ശരിവെച്ചു. ഒടുവിൽ ഞാൻ ഈ വിഷയത്തിൽ ചെയിൻ ഓഫ് കസ്റ്റഡി എന്ന നോവൽ എഴുതി. ഒരു വാർത്തയിലേക്ക് കണ്ണോടിക്കുന്നതിനേക്കാൾ ആഴത്തിൽ കണ്ണോടിക്കാൻ പാകത്തിൽ. ദേശ വിദേശ പ്രാദേശിക വാർത്തകൾ നാം എല്ലാവരും വായിക്കാറുണ്ട്. ആ പേജുകൾ മറിച്ചുനോക്കി നമ്മുടെ നിത്യജീവിതവുമായി മുന്നേറുന്നു. അതിലെ വിഷയങ്ങൾ നമ്മെ ബാധിക്കുന്നതേയല്ലെന്ന് സ്വയം ബോധിപ്പിക്കുന്നു. നമുക്കൊന്നും ചെയ്യാനില്ലെന്നും നിസ്സംഗതയിൽ അഭയം പ്രാപിക്കുന്നു. ട്രെയിനിനുള്ളിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഗോവിന്ദസ്വാമിക്കു വേണ്ടി കേസ് വാദിക്കാൻ അഭിഭാഷകൻ തയ്യാറായപ്പോൾ അതിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് നിസ്സംഗത പുലർത്താൻ അയാൾക്ക് എങ്ങനെ കഴിയുമെന്ന് ഞാൻ ഉറ്റുനോക്കിയിരുന്നു. ഒരു വാർത്ത വായിക്കുന്ന ലാഘവത്തോടെ നാം ആ വിഷയം മറന്നു. പിന്നീട് ചോദ്യങ്ങളെ ഉണ്ടായില്ല. എന്നാൽ ലഹരി ഭിക്ഷാടന മാഫിയയാണ് തന്നെ കേസേൽപ്പിച്ചതെന്ന് കുറച്ചുനാൾ മുൻപ് അന്തരിച്ച ആ അഭിഭാഷകൻ പിന്നീട് വെളിപ്പെടുത്തി. എന്റെ ചിന്തയിൽ സ്വതന്ത്രമായി വിഹരിക്കുന്നൊരു വാചകമുണ്ട്: നല്ല മനുഷ്യർ ഒന്നും ചെയ്യാതിരിക്കുന്നത് തിന്മയുടെ വിജയം അനിവാര്യമാക്കുന്നു. നാം അത് അനുദിനം അനുവർത്തിക്കുന്നുവോ? നിസ്സംഗത കുറ്റകരമാണെന്ന് നാം മനഃപൂർവ്വം മറന്നുപോകുന്നു.